അതിലേക്ക് തിരികെ എത്താം. നമുക്കൊപ്പം പോത്തുണ്ടി വാർഡ് മെമ്പറായിട്ടുള്ള മനു ചേരുന്നുണ്ട്. ചെന്താമരയുടെ വീടിനടുത്ത് തന്നെയാണ് മനുവിന്റെയും വീട്. എന്തായാലും മനു, ഇപ്പോൾ ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ പ്രതി ചെന്താമര, 3 കൊലപാതകങ്ങൾ പട്ടാപ്പകൽ വെട്ടി പരിക്കേൽപ്പിച്ച ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കിയ പ്രതിക്ക് കിട്ടിയ ഈ ഒരു വധശിക്ഷ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് മർഡർ നടന്നു, ഇതിനുശേഷം പ്രതിനെ ഒരു 3 ദിവസം കിട്ടിയത്. ആ കിട്ടുന്നത് വരെ ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ വളരെ ഭീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ പ്രതി ഫസ്റ്റ് പോലെ കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ആ പ്രതി എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചെന്നുള്ളത് ആ പോലീസുമായി വന്ന് സഞ്ചരിച്ചതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബിന്ദു ചേച്ചി, അതേപോലെ തന്നെ പുഷ്പ, അതേപോലെ തന്നെ ഒട്ടനവധി ആളുകളെ ഈ ചെന്താമര ഫസ്റ്റ് മർഡർ കഴിഞ്ഞ ശേഷം ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം പ്രതിയെ പിടികൂടി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പ്രതി പരോളിലിറങ്ങിയ ശേഷം ഈ മരിച്ചുപോയ ലക്ഷ്മിയമ്മ ഉൾപ്പെടെ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മകനെ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനിയും ചെന്താമര കൊല്ലൂട മകനെ വേണ്ടി ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തില് അവിടുത്തെ നാട്ടുകാരുടെ ഉൾപ്പെടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് നമ്മൾ പരാതി എന്ന രൂപത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസുകാർ വന്നെങ്കിലും ചെന്താമരയെ ഇവിടെ താമസിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ചെന്താമര ഇവിടെ തന്നെ ഇരുന്ന് വീണ്ടും ഇവിടുത്തെ ആളുകളുടെ അടുത്ത് സജീവമായിട്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറ്റം നടത്തി. എന്നിട്ടും ഒടുവിൽ സുധാകരനെയും അതേപോലെ തന്നെ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ഉൾപ്പെടെ വളരെ പൈശാചികമായിട്ടാണ് കൊല ചെയ്തത്. അതിനുശേഷവും ഈ പ്രതി 2 ദിവസം കാണാതായി ഒളിഞ്ഞിരുന്നു. ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ പരിഭ്രാന്തരായിക്കൊണ്ടാണ് രാപ്പകലില്ലാണ്ട് തെരച്ചിൽ നടത്തി. പക്ഷെ പിന്നീട് പ്രതിയെ കിട്ടി. പക്ഷെ ഇവിടുത്തെ ആളുകൾക്കുൾപ്പെടെ രാത്രിയും പകലും ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റാതെ വളരെ ഭീതിയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടികൾക്കുൾപ്പെടെ ഈ വെളിയിൽ ഇറങ്ങി നടക്കാൻ പേടിയായിരുന്നു ചെന്താമരയെ. ഇനിയും കൊല്ലും എന്നൊരു ഭീഷണി തന്നെയാണ് വീണ്ടും ചെന്താമര പറയുന്നത്. ഇനി ഒരു പരോളെ അനുവദിക്കരുത് എന്നാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. ഇനിയും പരോൾ അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും കൊലപാതകങ്ങൾ നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വീണ്ടും ഇനി യാതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായത്തെ എന്നിലൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ചെന്താമര ഇത്തരത്തിൽ ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം അറസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും പലരെയും ഭീഷണിപ്പെടുത്തുക, പ്രദേശത്തുള്ള പല ആളുകളെയും ഭീഷണിപ്പെടുത്തുന്നു. തൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ആരായാലും അവരെ എല്ലാം താൻ കൊന്നുകളയും, കൂടിപ്പോയാലും ഇത്ര ശിക്ഷ മാത്രമേ എനിക്ക് ലഭിക്കൂ എന്നൊരു ഒരു ലാഘവത്തോടെയായിരുന്നു ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം ചെന്താമര പ്രതികരിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അത്തരത്തിൽ ഭീഷണിയിലായിരുന്നു ആ ഒരു സമയത്ത്. ഭീഷണിയുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ഫാമിലി വിഷയത്തിൽ വരെ ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിലാസം ചേച്ചിയും അയാളുടെ മകളും ഉൾപ്പെടെ ആ ഫാമിലി വിഷയത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളായി ആ ഭാര്യയ്ക്ക് പോലും ആ വീട്ടിലിരിക്കാൻ പേടിയായിരുന്നു. പലതവണ ചെന്താമരന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരുടെ മറ്റു കുടുംബങ്ങളിലൂടെ താമസിച്ചിട്ട് വീണ്ടും ആ മക്കളിനെ ഉൾപ്പെടെ ഈ ചേച്ചിനെ ഉൾപ്പെടെ വസ്ത്രങ്ങളും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ ആ ചെന്താമരന്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ ചെന്താമരന്റെ ഭാര്യയ്ക്കും മകൾക്കും പേടിയായിട്ട് ഞാനും അതേപോലെ തന്നെ എന്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനുണ്ട് സിദ്ദീഖ്. അപ്പൊ ആളും ഞാനും കൂടിയിട്ടാണ് ചെന്താമരന്റെ വീട്ടിൽ പോയി ചെന്താമരനെ മാറ്റി നിർത്തി സംസാരിച്ച ശേഷമാണ് ചെന്താമരന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ വീടിന്റെ പുറകെ വശത്തൂടെ വന്ന് ആ കുട്ടിന്റെ സർട്ടിഫിക്കറ്റും ഈ ചെന്താമരന്റെ ഭാര്യന്റെ ഉൾപ്പെടെ ഡ്രസ്സും കാര്യങ്ങളും ഉൾപ്പെടെ എടുത്തുപോയി. അങ്ങനെയാണ് ചെന്താമരന്റെ ഭാര്യയും മകളും ലാസ്റ്റായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ അത്ര കുടുംബത്തിൽ പോലും അത്ര ഭീഷണിയിലാണ് ചെന്താമര പെരുമാറുന്നത്. ഇതെല്ലാം എനിക്ക് അറിയായിരുന്നു.